Good afternoon. Good afternoon, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് എടുത്ത് നിർത്തിയത്? ഗ്രീവിയൻസ് റിഡ്രസൽ പ്രൊസീജിയേഴ്സ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അഡ്വാൻറ്റേജസ് കംപ്ലീറ്റ് ആയില്ലേ? Yes, ma'am. ഓക്കെ, ഡിസഡ്വാൻറ്റേജസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? ഓക്കെ, അപ്പൊ അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ ആണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീവിയൻസ് റിഡ്രസൽ പ്രൊസീജിയേഴ്സ്. അപ്പൊ അഡ്വാൻറ്റേജസിൽ കുറച്ച് പോയിന്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയിട്ടുണ്ട്, ഒരു 6 പോയിന്റ്സ് പറഞ്ഞിരുന്നു. ഇനി എന്തൊക്കെയാണ് ഒരു ഗ്രീവിയൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ പോരായ്മകൾ എന്തൊക്കെയാണ്? അപ്പൊ അതിലും ഒരു 5 പോയിന്റ്സ് പറയുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഈ ഡിസഡ്വാൻറ്റേജോട് കൂടി നമ്മൾ എംപ്ലോയി ഗ്രീവിയൻസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവാണ്. അടുത്തൊരു സെക്ഷൻ ആണ് എംപ്ലോയി ഡിസിപ്ലിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഈ ഒരു ഡിസഡ്വാൻറ്റേജസിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ദ പ്രൊസീജിയർ ക്യാൻ ബി ലെങ്തി ആൻഡ് കോസ്റ്റ്ലി. എപ്പോഴും ഒരു ഗ്രീവിയൻസ് റിഡ്രസൽ പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു പരാതി പരിഹാര നടപടിക്രമം എന്ന് പറയുന്നത് ക്യാൻ ബി ലെങ്തി ആൻഡ് കോസ്റ്റ്ലി. അത് കുറച്ച് ലെങ്തി ആണ് അല്ലെ, ദൈർഘ്യമേറിയതാണ്. പെട്ടെന്ന് നമുക്ക് അതിനൊരു തീരുമാനമല്ല എടുക്കുന്നത്. അവർ ഓരോ ലെവലിലൂടെ കടന്നുപോയി കൃത്യമായിട്ട് ആ ഒരു പ്രോബ്ലത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട ഡേറ്റാസ് കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്ത് അല്ലെ, അതിനനുസരിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻസിൽ നിന്നും ഏറ്റവും അനുയോജ്യമായ സൊല്യൂഷൻസ് തിരഞ്ഞെടുത്ത് അതിന് ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുക എന്നുള്ള കാര്യമാണ് അവിടെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതൊരു വളരെ പെട്ടെന്ന് തീരുന്ന ഒരു കാര്യമല്ല, ഇത് കുറച്ച് ദൈർഘ്യമേറിയ ഒരു പ്രോസസ് ആണ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ആണ്. അതുപോലെ തന്നെ കോസ്റ്റ്ലിയുമാണ്, ചിലവേറിയതുമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ പറ്റും. സെക്കൻഡ് വൺ, ലാക്ക് ഓഫ് പീപ്പിൾ സ്കിൽസ് ടു ഡീൽ വിത്ത് ഗ്രീവിയൻസ് അറ്റ് എവരി സ്റ്റേജ്. അതുപോലെ തന്നെ എല്ലാ സ്റ്റേജിലും ഈ പറയുന്ന ഗ്രീവിയൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ ഓരോ സ്റ്റേജിലും നമുക്ക് വളരെ സ്കില്ലോട് കൂടിയ, അതായത് ഏതൊരു പരാതി വന്നാലും അതിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ലാക്ക് ഓഫ് പീപ്പിൾ, അതായത് സ്കില്ലുള്ള കഴിവുകളുള്ള ആളുകളുടെ അഭാവവും ഒരു ഡിസഡ്വാൻറ്റേജ് ആയി പറയാൻ പറ്റും. എന്താണ്? ലാക്ക് ഓഫ് പീപ്പിൾ സ്കിൽസ് ടു ഡീൽ വിത്ത് ഗ്രീവിയൻസ് അറ്റ് എവരി സ്റ്റേജ്. ഓരോ സ്റ്റേജിലും ഈ ഗ്രീവിയൻസ് റിഡ്രസൽ പ്രൊസീജിയർ നമ്മൾ ഓരോ സ്റ്റേജിലും നോക്കുമ്പോൾ അവർ ഇങ്ങനെയുള്ള പരാതികളെ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് സ്കില്ലുള്ള അല്ലെങ്കിൽ കഴിവുകളുള്ള ആളുകളുടെ അഭാവവും ഒരു പോരായ്മയാണ്. തേർഡ് വൺ ആണ് ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ് ആർ ഫോളോഡ് ഇൻ ഓർഗനൈസേഷൻ. There can be hostile action from the management against grievant employees. പ്രൊസീജിയേഴ്സ് ആണ് ഓരോ ഓർഗനൈസേഷനിലും എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്, പിന്തുടരുന്നത്. അപ്പൊ ഇതിനൊരു ഗ്രീവിയൻസ് കൊടുക്കുന്ന സമയത്ത് പല പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഹോസ്റ്റൈൽ ആക്ഷൻ എന്ന് പറഞ്ഞാ ഒരു ശത്രുതാപരമായിട്ടുള്ള ഒരു നടപടികൾ ആരിൽ നിന്ന് ആരിലേക്ക്, മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും ഒരു ശത്രുതാപരമായിട്ടുള്ള നടപടികൾ ഗ്രീവിയൻ എംപ്ലോയീസ്, ഇത് പരാതിയുള്ള ജീവനക്കാർക്ക് നേരെ വന്നേക്കാം. ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാൻ പറ്റും. ഫോർത്ത് വൺ ആണ് ഫൈനൽ ഡിസിഷൻസ് ക്യാൻ ബി വിത്ത്ഹെൽഡ് ബൈ ദ മാനേജ്മെന്റ്. ദിസ് കോസസ് ഫ്രസ്ട്രേഷൻ അമംഗ് എംപ്ലോയീസ്. ഇനി ആ ഒരു അന്തിമ തീരുമാനം ചിലപ്പോൾ മാനേജ്മെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ്മെന്റിന് ഒന്ന് പിടിച്ചു വെക്കാൻ അല്ലെങ്കിൽ തടഞ്ഞു വെക്കാനൊക്കെ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാരണത്താൽ അവിടുത്തെ എംപ്ലോയീസ് ഫ്രസ്ട്രേറ്റഡ് ആവാൻ അല്ലെങ്കിൽ അവർക്ക് നിരാശയ്ക്കൊക്കെ അത് കാരണമായിട്ട് വരും. ഫിഫ്ത് പോയിന്റിൽ പറയുന്നത് the members may not react promptly and become dependent on the union to look after all the issues. ഇനി എല്ലാ മെമ്പേഴ്സ് അല്ലെങ്കിൽ എല്ലാവരും ചിലപ്പോൾ ഉടനടി പ്രതികരിക്കണമെന്നില്ല, മറിച്ച് അവർ എന്തിനെ ആയിരിക്കും ആശ്രയിക്കുക, ദ യൂണിയൻ. അവരുടെ യൂണിയനെ ആശ്രയിച്ചായിരിക്കും എല്ലാ ഇഷ്യൂസും അവരെന്ത് ചെയ്യുന്നത്, അവരെ ആശ്രയിച്ചായിരിക്കും അത് നയിക്കാവുന്നത്. അപ്പൊ ഈ ഒരു 5 പോയിന്റ്സ്
ഒരു ഗ്രീവിയൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പോരായ്മയായിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് കുറച്ച് ദൈർഘ്യമേറിയതും അതുപോലെ തന്നെ ചിലവേറിയതുമാകാം. രണ്ടാമത്തെ പോയിന്റ്, ലാക്ക് ഓഫ് പീപ്പിൾ സ്കിൽസ് ടു ഡീൽ വിത്ത് ഗ്രീവിയൻസ് അറ്റ് എവറി സ്റ്റേജ്. ഓരോ സ്റ്റേജിലും ഈ പറയുന്ന പരാതികളെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായ കഴിവുകളുള്ള ആളുകളുടെ അഭാവമാവാം. മൂന്നാമത്തത്, ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ് ആർ ഫോളോഡ് ഇൻ ഓർഗനൈസേഷൻ. There can be hostile action from the management against grievant employees. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഓരോ ഓർഗനൈസേഷൻസും ഇതുമായി ബന്ധപ്പെട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും ഒരു ഹോസ്റ്റൈൽ ആക്ഷൻ എന്ന് വെച്ചാൽ എന്താ, ഒരു ശത്രുതാപരമായിട്ടുള്ള നടപടികൾ ചിലപ്പോൾ ആ ഒരു പരാതിയുള്ള എംപ്ലോയീസിനെതിരെ ഉണ്ടായേക്കാം. Then fourth point, final decision can be withheld by the management. This causes frustration among employees. ഈ അന്തിമ തീരുമാനം, അതായത് ഈ ഒരു ഗ്രീവിയൻസ് റിഡ്രസൽ പ്രൊസീജിയറിലെ ആ ഒരു കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ആ ഒരു ടീമിന്റെ അന്തിമ തീരുമാനത്തെ ചിലപ്പോൾ മാനേജ്മെന്റിന് തടഞ്ഞു വെക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിലൂടെ അവിടുത്തെ ജീവനക്കാർക്ക് ഒരു നിരാശ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻസിനൊക്കെ കാരണമായേക്കാം. ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്, the members may not react promptly and become dependent on the union to look after all the issues. ഇതിലെ എല്ലാ അംഗങ്ങളും ചിലപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യണം അല്ലെങ്കിൽ പ്രതികരിക്കണമെന്നൊന്നുമില്ല. അവരെന്തിനെയായിരിക്കും മറിച്ച് ആശ്രയിക്കുക? അവരുടെ യൂണിയനെ ആശ്രയിച്ച് ആ യൂണിയനെ ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നേരിടാനായിട്ട് നേരിട്ട് പറയാതെ യൂണിയനെ ആശ്രയിച്ച് അവരിലൂടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ നോക്കാനായിട്ട് ചിലപ്പോൾ അവരെ ആശ്രയിക്കുന്ന ഒരു രീതിയിലേക്ക് കൂടുതൽ പോയേക്കാം. അപ്പൊ ഇത്രയും ഒരു ഗ്രീവിയൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പോരായ്മകളാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്രീവിയൻസ് എംപ്ലോയി ഗ്രീവിയൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സെക്ഷൻ ആണ് എംപ്ലോയി ഡിസിപ്ലിൻ. അല്ലെ, എംപ്ലോയീസ് അല്ലെങ്കിൽ ജീവനക്കാരുടെ അച്ചടക്കം അല്ലെ, ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഗ്രീവൻസ് പ്രൊസീജിയേഴ്സ് പഠിച്ച പോലെ തന്നെ ഇവിടെ എംപ്ലോയീസിന്റെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു ഡിസിപ്ലിൻ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡെഫിനിഷൻസ്, അതുമായി ബന്ധപ്പെട്ട ടൈപ്പുകൾ, അങ്ങനെ നേച്ചർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഭാഗത്തും പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ, ജീവനക്കാരുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട് അതിന്റെ അർത്ഥം, അതിന്റെ ഡെഫിനിഷൻസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം കുറച്ച് ഒരു പാരഗ്രാഫായിട്ട് പഠിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, the discipline refers to follow of rules and regulations in a systematic manner by the employees in the interest of the organization. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? the interest of the organization. ആ ഓർഗനൈസേഷന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് അവിടുത്തെ ജീവനക്കാര് വളരെ വ്യവസ്ഥാപിതമായിട്ട് അവർ പറയുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കുന്നതിനെയാണ് നമ്മുടെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കം എന്ന് പറയുന്നത്. അല്ലെ, ആ ഓർഗനൈസേഷന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി അവിടുത്തെ എംപ്ലോയീസ് അല്ലെങ്കിൽ ജീവനക്കാർ
ആ ഓർഗനൈസേഷൻ പറയുന്ന രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ, നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ പാലിക്കുന്നതിനെയാണ് നമ്മൾ discipline എന്ന് പറയുന്നത്. And the employees perform their duties and responsibilities keeping the terms and conditions of the company in their mind. It shows that they are disciplined. അപ്പൊ നമുക്കൊരു എംപ്ലോയിയെ നോക്കുമ്പോൾ ആ എംപ്ലോയീസ് അവരുടെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അവരുടെ ചുമതലകളായിക്കോട്ടെ, അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കടമകളായിക്കോട്ടെ, എല്ലാം കീപ്പിംഗ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ കമ്പനി ഇൻ ദെയർ മൈൻഡ്. ആ കമ്പനി നിർദ്ദേശിച്ചിട്ടുള്ള നിബന്ധനകളും വ്യവസ്ഥകളും മനസ്സിൽ വെച്ചുകൊണ്ട്, ആ കമ്പനി നിർദ്ദേശിച്ചിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നിബന്ധനകളും വ്യവസ്ഥകളും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ എംപ്ലോയീസ് അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ നന്നായി പെർഫോം ചെയ്യുന്നു അല്ലെങ്കിൽ നന്നായി പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ ആ എംപ്ലോയേഴ്സിനെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഷോസ് ദാറ്റ് ദേ ആർ ഡിസിപ്ലിൻഡ്. അവരുടെ അച്ചടക്കമുള്ളവരാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. രണ്ട് പോയിന്റ്സ് ആണ് പറഞ്ഞത്. എന്താണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ മികച്ച താല്പര്യങ്ങൾക്ക് അനുസൃതമാണ് അല്ലെ, ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി അവിടുത്തെ എംപ്ലോയീസ് ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ അവർ നൽകുന്ന, ഓർഗനൈസേഷൻ നൽകുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കുന്നതിനെയാണ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെന്റൻസിൽ പറയുന്നത് the employees perform their duties and responsibilities keeping the terms and conditions of the company in their mind. അവരെന്ത് ചെയ്യുന്നു? അവിടുത്തെ ഒരു എംപ്ലോയി, ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയി ആ ഒരു ഓർഗനൈസേഷൻ നൽകുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെ, ആ ഒരു കമ്പനി നൽകുന്ന എന്താണ് നിബന്ധനകളും വ്യവസ്ഥകളും മനസ്സിൽ വെച്ചുകൊണ്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടീസ്, അവർക്ക് കൊടുത്തിരിക്കുന്ന ചുമതലകളും ഉത്തരവാദിത്തങ്ങളും കൃത്യമായി പൂർത്തിയാക്കുന്നതിനെ, അങ്ങനെ പൂർത്തിയാക്കുമ്പോൾ നമുക്ക് ആ ഒരു എംപ്ലോയീസിനെ നമുക്ക് കാണാൻ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? അവര് നല്ല അച്ചടക്കമുള്ള എംപ്ലോയീസ് ആണ് അല്ലെങ്കിൽ ജീവനക്കാരാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. Then നെക്സ്റ്റ് പറയുന്നത് one of the main functions of management is എംപ്ലോയി ഡിസിപ്ലിൻ. ഒരു മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാന ധർമ്മങ്ങളിൽ ഒന്ന് തന്നെയാണ് എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ജീവനക്കാരുടെ അച്ചടക്കം, നല്ല രീതിയിൽ ഒരു അച്ചടക്കം കൊണ്ടുവരിക എന്നുള്ളത്. ആൻഡ് ഡിസിപ്ലിൻഡ് എംപ്ലോയീസ് ആർ നോട്ട് ഓൺലി കേപ്പബിൾ ഓഫ് ഫേസിംഗ് ദ കോമ്പറ്റീഷൻസ് ബട്ട് ഓൾസോ റിസൾട്ട് ഇൻ ഹയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള നല്ല അച്ചടക്കമുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ ജീവനക്കാര് നോട്ട് ഓൺലി കേപ്പബിൾ ഓഫ് ഫേസിംഗ് the competitions, നമുക്ക് കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ മത്സരങ്ങളെ നേരിടാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ബട്ട് ക്യാൻ ഓൾസോ റിസൾട്ട് ഇൻ ഹയർ പ്രൊഡക്ടിവിറ്റി, ഉയർന്ന ഉൽപാദനക്ഷമതയും ഒരു വ്യാവസായിക വളർച്ചയും അവരിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. And the discipline motivate them to work in a coordinated manner and achieve the organization objectives easily. നല്ല അച്ചടക്കമുള്ള ഒരു സ്ഥാപനമാണ്, നല്ല ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ആ ഒരു അച്ചടക്കം അവിടുത്തെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നു, എന്തിനു പ്രചോദിപ്പിക്കുന്നു? ടു വർക്ക് ഇൻ കോർഡിനേറ്റഡ് മാനർ, വളരെ ഏകോപിതമായിട്ടുള്ള രീതിയിൽ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട്. ആൻഡ് അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഈസിലി, ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കുന്നതിന് വേണ്ടി എല്ലാവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കാനായിട്ട് ഈ ഡിസിപ്ലിൻ ഓരോ എംപ്ലോയീസിനെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത്? വൺ ഓഫ് ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഈസ് എംപ്ലോയി ഡിസിപ്ലിൻ. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാനേജ്മെന്റിന്റെ ധർമ്മങ്ങളിൽ ഒന്നാണ് എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരുടെ അച്ചടക്കം എന്ന് പറയുന്നത്. നല്ല അച്ചടക്കമുള്ള എംപ്ലോയീസ് ആണെങ്കിൽ നമുക്ക് അവിടെ കോമ്പറ്റീഷൻസ്, മറ്റുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മത്സരങ്ങള് ഫേസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു കഴിവ് വേണ്ടി മാത്രമല്ല ഉള്ളത്, മറിച്ച് അവർക്ക് നല്ല ഉയർന്ന ഹയർ പ്രൊഡക്ടിവിറ്റി, നല്ലൊരു ഉത്പാദനക്ഷമതയും അതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, ഒരു വ്യാവസായിക വളർച്ചയും നമുക്ക് ഇതിലൂടെ റിസൾട്ട് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കം എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ്
മോട്ടിവേറ്റ് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്നു. എന്തിനു വേണ്ടി? ആ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവിടുത്തെ എംപ്ലോയീസിനെ ഈ ഡിസിപ്ലിൻ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വേഗം ഒന്ന് അവിടെ വരെ വായിച്ചു നോക്കി. ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടാ? ഡിസിപ്ലിൻ ഫസ്റ്റ് എന്ന് പറയുന്നത്. Important lines, first point on underline ചെയ്തിട്ടാ മതി. Discipline refers to follow of rules and regulations, interest of the organization വരെ. കംപ്ലീറ്റ് ആയവരൊന്ന് റിപ്ലൈ ചെയ്യണേ. Okay. Next, രണ്ട് definitions ആണ്. According to Dales Beach, discipline regulates by reward or penalty the human behavior. ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കം മനുഷ്യന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നു എന്നാണ് ഡെയ്ലസ് ബീച്ചിന്റെ അഭിപ്രായത്തിൽ പറയുന്നത്. മനുഷ്യന്റെ പെരുമാറ്റത്തെ എന്ത് നിയന്ത്രിക്കുന്നു? അച്ചടക്കം മനുഷ്യന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നു. പ്രതിഫലം അല്ലെങ്കിൽ എന്താണ്? പെനാലിറ്റി, ശിക്ഷ വഴി. അല്ലെ? നമുക്ക് അറിയാം, നല്ല രീതിയിൽ അച്ചടക്കം പാലിക്കാത്തവരാണെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? എന്താണ്? പെനാലിറ്റീസ്, അല്ലെ? ശിക്ഷകളായിരിക്കും കിട്ടുക. അതേസമയം നല്ല രീതിയിലുള്ള ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന ഒരു എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് റിവാർഡ് അല്ലെങ്കിൽ പ്രതിഫലങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള റിവാർഡ് അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ കിട്ടുന്നതിലൂടെ എന്താണ്? ഒരു എംപ്ലോയിയുടെ എന്താണ്? ഹ്യൂമൻ ബിഹേവിയർ അല്ലെങ്കിൽ ആ ഓരോ എംപ്ലോയീസിന്റെയും മനുഷ്യന്റെ അവരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട നമുക്ക് നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന ഒരു ഡെഫിനിഷൻ ആണ്. അക്കോർഡിംഗ് ടു ഗ്യാരി ഡെസ്ലർ, the discipline is a procedure that corrects or punishes a subordinate because a rule of procedure has been violated. അപ്പോൾ ഈ ഒരു ഡിസിപ്ലിൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് പ്രൊസീജിയർ, ഇതൊരു നടപടിക്രമമാണ്. that corrects or punishes a subordinate, ഒരു സബോർഡിനേറ്റിനെ നമുക്ക് തിരുത്താനോ ശിക്ഷിക്കാനോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശിക്ഷിക്കാനോ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ബിക്കോസ് എ റൂൾ ഓഫ് പ്രൊസീജിയർ ഹാസ് ബീൻ വയലേറ്റഡ്. അപ്പൊ അവിടത്തെ നമ്മൾ പറയുന്ന ആ ഒരു റൂൾ ഓഫ് പ്രൊസീജിയേഴ്സ്, കൃത്യമായിട്ട് ആ ഒരു ചട്ടം അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് നമുക്ക് പാലിക്കാതെ വന്നാൽ, അതല്ലെങ്കിൽ അത് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയെ കറക്റ്റ് ചെയ്യാനോ തിരുത്താനോ അല്ലെങ്കിൽ ശിക്ഷിക്കാനോ കഴിയുന്ന ഒരു പ്രൊസീജിയർ ആണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് ഡെയ്ലസ് ബീച്ചിന്റെ എന്താണ് അഭിപ്രായത്തില് ഡിസിപ്ലിൻ റെഗുലേറ്റ്സ് ബൈ റിവാർഡ് ഓർ പെനാൽറ്റി ദ ഹ്യൂമൻ ബിഹേവിയർ. അച്ചടക്കം മനുഷ്യന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നു. അപ്പൊ നമുക്കറിയാം, ഒരു നന്നായിട്ട് ഡിസിപ്ലിനോട് കൂടിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് റിവാർഡും കാര്യങ്ങളും കിട്ടും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അവരുടെ ബിഹേവിയർ മികച്ചതാക്കി നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ എന്താണ് ഡിസിപ്ലിൻ കൃത്യമായിട്ട് കീപ്പ് ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം? പെനാൽറ്റീസിലൂടെ, ശിക്ഷകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഡിസിപ്ലിൻ അവരിൽ കൊണ്ടുവരാനും അവരുടെ ഹ്യൂമൻ ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റത്തെ നിയന്ത്രിക്കാനും സാധിക്കും.
സാധിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഡെഫിനിഷനിൽ പറഞ്ഞത് എന്താ? ഡിസിപ്ലിൻ ഇസ് എ പ്രൊസീജിയർ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു നടപടിക്രമമാണ്. ദാറ്റ് കറക്റ്റ് ഓർ പണിഷസ് എ സബോർഡിനേറ്റ് ബിക്കോസ് എ റൂൾ ഓഫ് പ്രൊസീജിയർ ഹാസ് ബീൻ വയലേറ്റഡ്. വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്പനി നൽകിയിട്ടുള്ള റൂൾ ഓഫ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ചട്ടങ്ങള് കൃത്യമായിട്ട് പാലിക്കാതെ അത് ലംഘനം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സബോർഡിനേറ്റിനെ തിരുത്താനോ ശിക്ഷിക്കുന്നതിനോ വേണ്ടിയുള്ള ഒരു പ്രൊസീജിയർ ആയിട്ട് നമുക്ക് ഡിസിപ്ലിനെ കാണാവുന്നതാണ്. ക്ലിയർ ആണോ? രണ്ട് ഡെഫിനിഷൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട ആ ഒരു രണ്ട് ഡെഫിനിഷൻസും ഒന്ന് നോട്ട് ചെയ്തേ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ, നേച്ചർ ഓഫ് ഡിസിപ്ലിൻ. ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കത്തിന്റെ സ്വഭാവം എന്തൊക്കെയാണ്? നേച്ചർ ഓഫ് ഡിസിപ്ലിൻ ഇസ് ആസ് ഫോളോസ്. ഒരു ഡിസിപ്ലിന്റെ പ്രധാനപ്പെട്ട നേച്ചർ അല്ലെങ്കിൽ സ്വഭാവങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് സ്റ്റാൻഡേർഡ് ബിഹേവിയർ. ഒരു നല്ല സ്റ്റാൻഡേർഡോടുള്ള ഒരു പെരുമാറ്റം അല്ലേ? Every organization sets certain objectives for the employees. ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടുത്തെ എംപ്ലോയീസിന് വേണ്ടി ചില ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. To achieve these organizational goals, employees need to have a standard behavior which can be acquired by following a specific code of conduct formulated by the organization. Even standard behavior എന്തിനു വേണ്ടിയാണ്? ആ ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി എംപ്ലോയീസ് എങ്ങനെ പെർഫോം ചെയ്യണം? നീഡ് ടു ഹാവ് എ സ്റ്റാൻഡേർഡ് ബിഹേവിയർ. നിലവാരമുള്ള ഒരു പെരുമാറ്റം എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം. അതെങ്ങനെ നമുക്ക് അക്വയർ ചെയ്യാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ പറ്റും? ബൈ ഫോളോയിങ് എ സ്പെസിഫിക് കോഡ് ഓഫ് കണ്ടക്ട് ഫോർമുലേറ്റഡ് ബൈ ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ രൂപപ്പെടുത്തിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്ട് അല്ലെ, പെരുമാറ്റ ചട്ടങ്ങള് പാലിച്ചുകൊണ്ട് അല്ലെ ഓർഗനൈസേഷൻ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ രൂപപ്പെടുത്തിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പെരുമാറ്റ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ആ എംപ്ലോയീസിന് നല്ലൊരു നിലവാരമുള്ള പെരുമാറ്റം കാഴ്ചവെക്കാനും അതിലൂടെ ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കാനും സാധിക്കുന്നു. അപ്പൊ സ്റ്റാൻഡേർഡ് ബിഹേവിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എവരി ഓർഗനൈസേഷൻ സെറ്റ് സർട്ടൻ ഒബ്ജക്റ്റീവ്സ് ഫോർ ദ എംപ്ലോയീസ്. എല്ലാ ഓർഗനൈസേഷനും അവിടുത്തെ എംപ്ലോയീസിന് വേണ്ടി ചില സർട്ടൻ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ചില ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് നേടിയെടുക്കുന്നത് എങ്ങനെയാണ്? ആ ഓർഗനൈസേഷന്റെ അങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് നേടിയെടുക്കണമെങ്കിൽ എംപ്ലോയീസ് ഒരു നിലവാരമുള്ള പെരുമാറ്റം കാഴ്ചവെക്കണം. എങ്ങനെയാ നിലവാരമുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബിഹേവിയർ കാഴ്ചവെക്കാൻ പറ്റും? അതിനു വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ രൂപപ്പെടുത്തിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പെരുമാറ്റ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് അവർക്ക് ആ ഒരു നിലവാരമുള്ള ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു നിലവാരമുള്ള പെരുമാറ്റം നേടിയെടുക്കാനും അതിലൂടെ ആ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാനും സാധിക്കുന്നു. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ മനസ്സിലായോ? ഫസ്റ്റ് വൺ എന്താന്നുള്ളത് ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ്, മോട്ടിവേറ്റിംഗ് ഫോഴ്സ്. ഒരു പ്രചോദനം നൽകുന്ന ഒരു ശക്തിയാണ്, ഒരു പ്രചോദക ശക്തിയായിട്ട് നമുക്ക് അതിനെ പറയാൻ പറ്റും. ഡിസിപ്ലിൻ ആക്ട് ആസ് എ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് because it encourages the employees to correct their mistakes or misconduct after anticipating the consequences they may face if they violate the discipline policy. But the motivating force എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഡിസിപ്ലിൻ ആക്ട് ആസ് എ മോട്ടിവേഷൻ ഫോഴ്സ് എന്നാണ്. ഡിസിപ്ലിൻ എന്തായിട്ട് പ്രവർത്തിക്കുന്നു? ഒരു പ്രചോദക ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നു. കാരണം ഇത് അവിടുത്തെ എംപ്ലോയീസിനെ എന്തിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? കറക്റ്റ് their mistakes or misconduct. അവരുടെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ മുതലായ തെറ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തിരുത്താനായിട്ട് എംപ്ലോയീസിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ആഫ്റ്റർ ആന്റിസിപ്പേറ്റിംഗ് ദ കോൺസിക്വൻസസ് ദേ മേ ഫേസ് and if they violate the discipline policy. അവർ ആ ഒരു ഡിസിപ്ലിൻ പോളിസി അല്ലെങ്കിൽ ആ ഒരു അച്ചടക്ക നയങ്ങള് ലംഘിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഒരു സ്ഥാപനത്തിലെ അച്ചടക്ക നയങ്ങൾ ലംഘിച്ചാൽ എന്താ ഉണ്ടാവുക? എന്താ ഉണ്ടാവുക? ഒരുപാട് അനന്തരഫലങ്ങൾ
നേരിടേണ്ടതായിട്ട് വരും അല്ലെ. ഒരു സ്ഥാപനം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡിസിപ്ലിൻസ് അല്ലെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻ പോളിസി എല്ലാവരും പാലിക്കണമെന്നുള്ളതാണ് അല്ലെ. അത് ലംഘിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന അനന്തരഫലങ്ങള് അവര് ഫോളോ ചെയ്യൽ എന്താണ് അനുഭവിക്കേണ്ടതായിട്ട് വരും അല്ലെ. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട് അവരുടെ എന്തെങ്കിലും തെറ്റുകളോ മറ്റെന്തെങ്കിലും ദുഷ്പ്രവർത്തികളോ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്താനായിട്ട് ഒരു എംപ്ലോയിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മോട്ടിവേറ്റിംഗ് ഫോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രചോദന ശക്തിയായിട്ട് ഡിസിപ്ലിൻ പ്രവർത്തിക്കുന്നു എന്നാണ്. അതായത് ഒരു എംപ്ലോയി അവരുടെ ആ ഒരു ഓർഗനൈസേഷനിൽ അവർ രൂപപ്പെടുത്തി വെച്ചിട്ടുള്ള ഡിസിപ്ലിൻ പോളിസി അച്ചടക്ക നയങ്ങൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ അനന്തരഫലങ്ങൾ അവർ നേരിടേണ്ടി വരുമോ അത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട് അവരുടെ തെറ്റുകള് അവരുടെ എന്തെങ്കിലും ദുഷ്പ്രവർത്തികള് മുതലായവയ്ക്ക് തിരുത്താനുള്ള ഒരു പ്രോത്സാഹനം ഡിസിപ്ലിൻ വഴി എംപ്ലോയീസിന് കിട്ടുന്നുണ്ട്. ക്ലിയർ ആണോ? അത് മോട്ടിവേറ്റിംഗ് ഫോഴ്സ് മനസ്സിലായോ? ഓക്കെ. Then third one, positive or negative in nature. അപ്പൊ നമ്മുടെ ഈ ഒരു ഡിസിപ്ലിൻ ക്യാൻ ബി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. രണ്ട് സ്വഭാവമുണ്ട്. പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ചിലപ്പോൾ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് സ്വഭാവമുള്ളതാവാം. Following the rules and regulations of the organization systematically will provide a positive response to the employees in the form of reward. അപ്പൊ ശരിയായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് അവർ നൽകിയിരിക്കുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഒരു ഓർഗനൈസേഷന്റെ നിയമങ്ങളും ഒക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ക്രമമായിട്ട് വ്യവസ്ഥാപിതമായിട്ട് പാലിക്കുന്ന എംപ്ലോയീസ് ആണെങ്കിൽ അവരോടൊരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കും അവർക്ക് കിട്ടുക അല്ലെ. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രതികരണം ടു ദ എംപ്ലോയീസ് ഇൻ ദ ഫോം ഓഫ് റിവാർഡുകളുടെ രൂപേണ അല്ലെ, പ്രതിഫലങ്ങളുടെ രൂപേണ അവർക്ക് ലഭ്യമാകും. വയലേഷൻ ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇനി ഈ നിയമങ്ങളും നിയന്ത്രണങ്ങളും വയലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ലംഘിക്കുകയാണെങ്കിൽ വിൽ ഹാവ് എ നെഗറ്റീവ് എഫക്ട്. അതിന് എന്തൊരു എഫക്ട് ആയിരിക്കും? നെഗറ്റീവ് എഫക്ട് ആയിരിക്കും അല്ലെ ഓൺ ദ ഫ്യൂച്ചർ അഡ്വാൻസ്മെന്റ്സ് ഓഫ് ദ എംപ്ലോയീസ്. ഭാവിയിലേക്കുള്ള എംപ്ലോയീസിന്റെ വളർച്ചയിലേക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എഫക്ട് ആയിരിക്കും ഉണ്ടാവുക അല്ലെ. അപ്പൊ അവർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് പാലിക്കാത്ത ഒരു എംപ്ലോയി ആണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ ആ ഒരു ഒരു ഓർഗനൈസേഷൻ കൊടുക്കോ അല്ലെങ്കിൽ അവരോട് പിന്നീട് തുടരാനായിട്ട് അവർ അനുവദിക്കോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തെ? ഇല്ല അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യാം? ഒന്നില്ലെങ്കിൽ പിരിച്ചുവിടാം, അല്ലെങ്കിൽ അവരുടെ സാലറിയില് കട്ടുകൾ സാലറിയില് കുറവുകളോ വരുത്താം, അല്ലെങ്കിൽ മറ്റ് ഒരു പ്രൊമോഷൻസ് കാര്യങ്ങളിൽ നിന്നൊക്കെ അവരെ മാറ്റി നിർത്താം അല്ലെ. അപ്പൊ അവിടെ പല രീതിയിലുള്ള പണിഷ്മെന്റുകൾ അവർക്ക് കിട്ടാം. അപ്പൊ അതൊരു നെഗറ്റീവ് എഫക്റ്റ് അവരുടെ ആ ഒരു ഫ്യൂച്ചറിലേക്കുള്ള അവരുടെ ആ ഒരു ഭാവിയിലേക്കുള്ള പുരോഗതിയെ പ്രതികൂലമായിട്ട് അത് ബാധിച്ചേക്കാം. അപ്പൊ രണ്ട് കാര്യം, ഒന്നില്ലെങ്കിൽ മോട്ടിവേഷൻ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻ നേച്ചർ ആണ്. ഡിസിപ്ലിൻ എന്താണ്? ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ അച്ചടക്കം എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് സ്വഭാവമുള്ളതാകാം. പോസിറ്റീവ് ആവുന്നത് എപ്പോഴാണ്? ഒരു എംപ്ലോയി ആ ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവരത് പാലിച്ചു കൊണ്ട് പോവുകയാണെങ്കിൽ അതിനെതിരെ ഒരു എംപ്ലോയിയോട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രതികരണമായിരിക്കും അവർക്ക് കിട്ടുക. എന്തുവഴി? റിവാർഡുകളുടെ രൂപേണ, പ്രതിഫലങ്ങളുടെ രൂപേണ കിട്ടും. അതേസമയം ഈ പറയുന്ന എംപ്ലോയീസ് ആ ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ലംഘിക്കുന്നു, അത് പാലിക്കുന്നില്ല, അത് ലംഘിക്കുകയാണെങ്കിൽ അത് അവർക്കൊരു നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് പ്രതികൂലമായിട്ടുള്ള ഒരു എഫക്റ്റ് അല്ലെങ്കിൽ പ്രതികൂലമായിട്ടായിരിക്കും അത് അവരെ ബാധിക്കുക. ഓർ ഫ്യൂച്ചർ അഡ്വാൻസ്മെന്റ്സ് ഓഫ് ദ എംപ്ലോയീസ്, എംപ്ലോയീസിന്റെ ഭാവിയിലേക്കുള്ള ഒരു പുരോഗതിയെ അത് നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. ക്ലിയർ ആണ്? പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ നേച്ചർ. Okay. Then fourth one ആണ് voluntary or imposed. Discipline is of two types, voluntary and imposed. അതൊന്ന് അനലൈസ് ചെയ്തോട്ടാ. ഡിസിപ്ലിൻ രണ്ട് ടൈപ്പിലുണ്ട്, voluntary and imposed. അത് കൂടാതെ നമ്മൾ ടൈപ്സ് പഠിക്കുന്നുണ്ട് കേട്ടോ. ഇത് കൂടാതെ ഒരെണ്ണൂടിയുണ്ട്, voluntary and imposed. If employee is self-disciplined, that it is called a voluntary discipline. അതായത് സ്വമേധയാ അല്ലെ, നമുക്ക് പറയാറുണ്ട് വോളണ്ടറി എഫേർട്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ.
വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്വമേധയാ ഉള്ളതായിട്ടുള്ള. ഇവിടെ ഈ ഒരു ഡിസിപ്ലിൻസിൽ രണ്ട് ടൈപ്പില് ഒന്നാമത്തെ ഫസ്റ്റ് വൺ ആണ് വോളണ്ടറി, അതായത് എംപ്ലോയീസ് സെൽഫ് ഡിസിപ്ലിൻഡ്. അവര് സ്വന്തമായിട്ട് അല്ലെ, അവർ സ്വന്തം അല്ലെങ്കിൽ സ്വയം അവർ അച്ചടക്കമുള്ളവനാണെങ്കിൽ, സ്വയം അച്ചടക്കമുള്ളവനാണെങ്കിൽ ആ ഡിസിപ്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വോളണ്ടറി ഡിസിപ്ലിൻ. Then as chosen by one's own will. അതായത് അവരെന്താണ്, അത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ മറ്റുള്ളവരുടെ ഫോഴ്സ്ഫുള്ളി അല്ല. അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ഡിസിപ്ലിൻ ഉള്ള സ്വയം അച്ചടക്കമുള്ളവനാവുകയാണെങ്കിൽ അതിനെ വോളണ്ടറി ഡിസിപ്ലിൻ എന്ന് പറയുന്നു. But when rules and regulations are imposed forcefully, നമ്മളൊരു വ്യക്തിയില് അവർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ത് ചെയ്യുന്നു, നമ്മളൊരു ഫോഴ്സ്ഫുള്ളി, അതായത് ശക്തമായിട്ട് നമ്മൾ വളരെ ശക്തമായിട്ട് ഫോഴ്സ് ചെയ്ത് തന്നെ അവരിൽ അത് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ that is called imposed or obligatory discipline എന്ന് പറയാം. അടിച്ചേൽപ്പിക്കുക നിർബന്ധിതമായിട്ടുള്ള ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കം എന്ന് പറയാൻ പറ്റും. അപ്പൊ രണ്ട് ടൈപ്പാണ് പറഞ്ഞത്, വോളണ്ടറി ഓർ ഇമ്പോസ്ഡ്. വോളണ്ടറി ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിസിപ്ലിൻ ആണ്, അതായത് സ്വമേധയാ ഒരു അച്ചടക്കമുള്ളവനായിട്ടുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ അവർക്ക് സ്വമേധയാ ഒരു അച്ചടക്കം അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അത് ആരുടെയും നിർബന്ധ പ്രകാരമല്ല, അവരുടെ സ്വയം ഇഷ്ടപ്രകാരം അല്ലെ, സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു പെരുമാറ്റ രീതി അല്ലെങ്കിൽ ഒരു അച്ചടക്കമാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ വോളണ്ടറി ഡിസിപ്ലിൻ അല്ലെങ്കിൽ എന്താണ് സ്വമേധയാ എന്നുള്ള അർത്ഥം തന്നെയാണ് വോളണ്ടറി ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. എന്നാൽ ഇമ്പോസ്ഡ് ഓർ ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇമ്പോസ് ചെയ്യാൻ അടിച്ചേൽപ്പിക്കുകയാണ്. ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു, ഫോഴ്സ്ഫുള്ളി ഫോഴ്സ് ചെയ്ത് തന്നെ നമ്മൾ അവിടെ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അതിനെ ഇമ്പോസ്ഡ് ഓർ ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ എന്ന് പറയുന്നു. ക്ലിയർ ആണോ? ചോദിക്കാറുണ്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങള്. അത് രണ്ടും അണ്ടർലൈൻ ചെയ്തിട്ട് എന്താണ്, ഇഫ് ആൻ എംപ്ലോയി സെൽഫ് ഡിസിപ്ലിൻ ഇറ്റ് ഈസ് കോൾഡ് വോളണ്ടറി ഡിസിപ്ലിൻ and it is chosen by one's own will. Then but when rules and regulations are imposed forcefully it is called imposed or obligatory discipline. On underline ചെയ്തിട്ടുണ്ട്. Clear up to the voluntary or imposed? Okay. Then fifth one ആണ് right of the management. മാനേജ്മെന്റിന്റെ അവകാശം. Implementing rules and regulations of the employees for the betterment of the organization is the need as well as the right of the management. അല്ലെ, മാനേജ്മെന്റിന്റെ ഒരു അവകാശമാണ് ഓർഗനൈസേഷനെ മികച്ചതാക്കുന്നതിന് വേണ്ടി, അല്ലെ, ഓർഗനൈസേഷനെ മികച്ചതാക്കുന്നതിന് വേണ്ടി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിയമങ്ങളോ നിയന്ത്രണങ്ങളോ ഒക്കെ എംപ്ലോയീസിൽ ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുക എന്ന് പറയുന്നത് ആ ഒരു മാനേജ്മെന്റിന്റെ അവകാശം തന്നെയാണ്. In case the code of conduct is unfair and unjust, then only the employee of the organization can oppose it. Otherwise, it is undeniable. അപ്പൊ നമുക്കറിയാം ഈ ഒരു മാനേജ്മെന്റ് നമുക്ക് തരുന്ന അല്ലെങ്കിൽ മാനേജ്മെന്റ് നടപ്പിലാക്കുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റ ചട്ടങ്ങളൊക്കെ അൺഫെയർ ആണ്, അന്യായമാണ് അല്ലെങ്കിൽ അനീതിയാണെന്ന് ഒരു എംപ്ലോയിക്ക് തോന്നുകയാണെങ്കിൽ ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ആ ഒരു എംപ്ലോയിക്ക് മാത്രമേ അതിനെ എതിർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ അത് എന്ത് ചെയ്യേണ്ടത് വരും, ഇറ്റ്സ് അൺഡിനൈഡ്, നമുക്ക് അതിനെ തള്ളിക്കളയാനോ എതിർക്കാനോ പറ്റില്ല. കാരണം അത് ആ മാനേജ്മെന്റിന്റെ അവകാശമാണ്. ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു കോഡ് ഓഫ് കണ്ടക്ട്, ഒരു പെരുമാറ്റ ചട്ടം കൊണ്ടുവരിക എന്ന് പറയുന്നത് ആ ഒരു മാനേജ്മെന്റിന്റെ അവകാശമാണ്. എന്തിനു വേണ്ടിയിട്ട് അവരത് കൊണ്ടുവരുന്നത്, അവരുടെ ഓർഗനൈസേഷനെ ബെറ്റർമെന്റിന് വേണ്ടി അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പുരോഗതിക്കായിട്ട് വേണ്ടിയിട്ടാണ് അത് അവരെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ മാനേജ്മെന്റിന്റെ അവകാശമാണ്, ഒരിക്കലും മറ്റുള്ള ആളുകൾക്കല്ല. അത് പാലിക്കുന്ന എംപ്ലോയീസ് ആണ് അത് പാലിക്കേണ്ടി വരിക. അപ്പൊ അങ്ങനെ എംപ്ലോയീസിന് അത് തോന്നുകയാണ് അതൊരു അൺജസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു അൺഫെയർ ആണ്, അന്യായമാണ് അല്ലെങ്കിൽ അനീതിയമാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എംപ്ലോയീസിന് അത് നിഷേധിക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം അത് നമുക്ക് നിഷേധിക്കാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതായിട്ട് വന്നേക്കാം.
ലാസ്റ്റ് വൺ ആണ്, ഇതൊരു കൺട്രോളിംഗ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ഒരു നിയന്ത്രണ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ഡിസിപ്ലിൻ ആക്ട് ആസ് എ കൺട്രോളിംഗ് ഫോഴ്സ് ബിക്കോസ് ഇറ്റ് റെഗുലേറ്റ് ദ ആക്ച്വൽ ബിഹേവിയർ ഓഫ് ദ എംപ്ലോയീസ് ആൻഡ് ഇംപ്രൂവ് ദെയർ പെർഫോമൻസ്. അല്ലെ, ശരിയല്ലേ? ഒരു അച്ചടക്കമുള്ള ഒരു സ്ഥാപനത്തിലാണെങ്കിൽ എംപ്ലോയീസിന് അവരുടെ സ്വമേധയാ അത് യഥാർത്ഥത്തിലുള്ള ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റം കൊണ്ടുവരാൻ പറ്റുമോ, എടുക്കാൻ പറ്റുമോ? അവിടെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള സ്വമേധയായുള്ള കുറെ ആക്ച്വൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ട്, അല്ലെ? ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിൽ നമ്മൾ ഒരു തരത്തിലായിരിക്കും പെരുമാറുക. അപ്പൊ അങ്ങനെ കുറെ കോമൺ ആയിട്ടുള്ളതുണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയേഴ്സ് ആണ് നമ്മൾ ഓരോരുത്തർക്കും ഉള്ളത്. അപ്പൊ അതില്ലാതെ നമുക്കൊരു സ്ഥാപനത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ? നല്ലൊരു ഡിസിപ്ലിൻ ഉള്ള സ്ഥാപനമാണെങ്കിൽ പറ്റില്ല, അല്ലെ? നമുക്ക് അവര് പറയുന്ന ആ ഒരു കോഡ് ഓഫ് കണ്ടക്ട്, പെരുമാറ്റ ചട്ടങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസിനുള്ളിൽ നിന്നുകൊണ്ട് ആ ബിഹേവിയേഴ്സിന്, നമ്മുടെ ആക്ച്വൽ ബിഹേവിയർ, നമ്മുടെ യഥാർത്ഥത്തിലുള്ള ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു പ്രകടനം, അല്ലെങ്കിൽ നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റത്തെ നമുക്ക് ഈ ഒരു ഡിസിപ്ലിൻ ഉള്ളത് കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ നിയന്ത്രിച്ചു നിർത്തി ഓരോ എംപ്ലോയീസിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടനങ്ങൾ മികച്ചതാക്കാനും സാധിക്കുന്നതിന് വേണ്ടി ഒരു കൺട്രോൾ ഫോഴ്സ്, ഒരു നിയന്ത്രണ ശക്തിയായിട്ട് നമുക്ക് ഡിസിപ്ലിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇതെല്ലാം നേച്ചർ ഓഫ് ഡിസിപ്ലിൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ ഓരോന്ന് ആ ഒരു 6 എണ്ണത്തിന്റെയും ഹെഡിങ്സ് നിർബന്ധമായിട്ട് പഠിക്കണം. Standard behavior, motivating force, positive or negative in nature, voluntary or imposed, right of the management, controlling force. അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 എണ്ണമാണ് നമ്മുടെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ നേച്ചർ. അത് നോക്കണം. പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ നേച്ചർ ആകുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ അത് റിവാർഡ് ഫോമിലായിരിക്കും നമ്മൾ കൊടുക്കുക. നെഗറ്റീവ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും? ആ ഒരു ഫ്യൂച്ചർ അഡ്വാൻസ്മെന്റ് ഓഫ് ദ എംപ്ലോയീസിനെ നെഗറ്റീവ് ആയിട്ട് അത് ബാധിക്കുന്നു, അല്ലെങ്കിൽ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ ചോദിക്കാവുന്ന ഒരു ഭാഗമാണ് വോളണ്ടറി ഓർ ഇമ്പോസ്ഡ്. വോളണ്ടറി ഡിസിപ്ലിൻ എന്താണ്? ഇമ്പോസ്ഡ് അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ എന്താണ്? ഇതും ചോദിക്കാറുണ്ട്. ബാക്കി ആ ഒരു 6 എണ്ണത്തിന്റെയും ഹെഡിങ്സ് കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു 6 എണ്ണത്തിന്റെയും പഠിച്ചു വെക്കുക. ബാക്കി ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. വേഗം ഒന്ന് വായിച്ചു നോക്കിയ നേച്ചർ ഓഫ് ഡിസിപ്ലിൻ. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. കംപ്ലീറ്റ് ആയവരൊന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? അത് നേച്ചർ ഓഫ് ഡിസിപ്ലിൻ ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അച്ചടക്കവുമായി ബന്ധപ്പെട്ട പ്രധാന ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ ആർ ആസ് ഫോളോസ്. ഇതും താഴെ പറയുന്ന ഓരോരോ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്, അതായത് ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളുടെ നേട്ടം.
അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത്. എവറി ഓർഗനൈസേഷൻ സെറ്റ്സ് സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിച്ച് ആർ ടു ബി ഫോളോഡ് ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഡിസൈർഡ് ഒബ്ജക്റ്റീവ്സ്. ഏതൊരു ഓർഗനൈസേഷനും അവർക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അവരാഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പാലിക്കേണ്ടതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാ ഓർഗനൈസേഷനും സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. The organization maintain discipline among the employee so that the organization goals can be achieved easily. ഇപ്പൊ എല്ലാ ഓർഗനൈസേഷനും ഈ രൂപപ്പെടുത്തി വെച്ചിട്ടുള്ള സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഡിസിപ്ലിനുകൾ അവിടുത്തെ എംപ്ലോയീസിൽ നടപ്പിലാക്കാനും അല്ലെങ്കിൽ നിലനിർത്താനും ശ്രമിക്കാറുണ്ട്. അതിലൂടെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് നേടിയെടുക്കാനും സാധിക്കും. സോ ഇഫ് എംപ്ലോയീസ് ആർ അൺഡിസിപ്ലിൻ, ചില എംപ്ലോയീസ് അച്ചടക്കം ഇല്ലാത്തവരാണെങ്കിൽ ആ ഓർഗനൈസേഷൻ കനോട്ട് വർക്ക് എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി, വളരെ ഫലപ്രദമായിട്ടും കാര്യക്ഷമതയോടുകൂടി ആ ഒരു ഓർഗനൈസേഷന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. സോ ദ മാക്സിമം എഫേർട്ട് ഷുഡ് ബി മെയ്ഡ് ബൈ ദ മാനേജ്മെന്റ് ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഓർഗനൈസേഷൻ ഗോൾസ്. അതുകൊണ്ട് തന്നെ ആ മാനേജ്മെന്റ് ഒരു മാക്സിമം എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. എന്തിനു വേണ്ടി? കൃത്യമായിട്ട് അവിടുത്തെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനും അതിലൂടെ ആ ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയും ഒരു മാക്സിമം എഫേർട്ട് ആ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ പറഞ്ഞത് അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ് ആണ്, ലക്ഷ്യങ്ങളുടെ നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളുടെ നേട്ടം. എവരി ഓർഗനൈസേഷൻ, എല്ലാ ഓർഗനൈസേഷൻസും അവരാഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പാലിക്കേണ്ടതായിട്ടുള്ള എംപ്ലോയീസ് പാലിക്കേണ്ടതായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഒരു കൂട്ടം നിയമങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് അവിടുത്തെ ഓർഗനൈസേഷൻ അവരുടെ എംപ്ലോയീസില് അത് പാലിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് എന്താണ് ആ ഒരു ഡിസിപ്ലിൻ പാലിക്കുന്നത് നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ചില എംപ്ലോയീസ് എങ്ങനെയായിരിക്കും? അൺഡിസിപ്ലിൻഡ്, അല്ലെ? അച്ചടക്കം ഇല്ലാത്തവരാണെങ്കിൽ ആ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് ഫലപ്രാപ്തിയോടുകൂടിയും നമുക്ക് ആ ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാനേജ്മെന്റ് ഇതിലൊരു മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ട് കൃത്യമായിട്ട് ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കം ആ ഒരു സ്ഥാപനത്തിൽ നിലനിർത്തുക. അതിലൂടെ നമുക്ക് എളുപ്പത്തിൽ ആ ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും സാധിപ്പിക്കുക എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്. ഓക്കെ. സെക്കൻഡ് വൺ ആണ് മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ ആക്കുക. അതായത് അവിടുത്തെ എംപ്ലോയീസിനെ അല്ലെങ്കിൽ ജീവനക്കാരെ ഉത്തരവാദിത്തമുള്ളവരാക്കുക. മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ. ദ ഡിസിപ്ലിൻ ഈസ് യൂസ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ ഇൻ ഓർഡർ ടു അവോയ്ഡ് എനി കൈൻഡ് ഓഫ് ഇറസ്പോൺസീവ് ബിഹേവിയർ ഓൺ ദ പാർട്ട് ഓഫ് എംപ്ലോയീസ്. അതായത് ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഇറസ്പോൺസീവ് ബിഹേവിയർ, ഉത്തരവാദമില്ലായ്മ എന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആ ഓർഗനൈസേഷനിൽ നല്ലൊരു അച്ചടക്കം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇഫ് എംപ്ലോയീസ് ഫോളോ ദ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ എ ഡിസിപ്ലിൻഡ് ആൻഡ് സിസ്റ്റമാറ്റിക് വേ, then they will be more responsible to perform their duties towards their organization. അപ്പൊ ഒരു എംപ്ലോയീസ് ആ ഒരു ഓർഗനൈസേഷനിലെ കൃത്യമായിട്ടുള്ള റൂൾസും റെഗുലേഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കുകയാണെങ്കിൽ അതൊരു അച്ചടക്കത്തോടുകൂടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വ്യവസ്ഥാപിതമായിട്ട് ഉള്ളൊരു രീതിയിൽ അവരത് പാലിക്കുകയാണെങ്കിൽ അവർ കുറച്ചും കൂടി എന്ത് ചെയ്യും? മോർ റെസ്പോൺസിബിൾ ആയി, കുറച്ചും കൂടി ഉത്തരവാദിത്തമുള്ളവരായി മാറുകയും അവരുടെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ആ ഓർഗനൈസേഷന് വേണ്ടി അവര് പെർഫോം ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ, ജീവനക്കാരെ ഉത്തരവാദിത്തമുള്ളവരാക്കുക. ദ ഡിസിപ്ലിൻ ഈസ് യൂസ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ഡിസിപ്ലിൻ ഉപയോഗിച്ചാൽ ഒരു അച്ചടക്ക നടപടികൾ കൊണ്ടുവന്നാൽ അതിലൂടെ എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന ഉത്തരവാദിത്തമില്ലായ്മ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിനുവേണ്ടി എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന സെറ്റ് ഓഫ്
റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് വളരെ ചിട്ടയോടുകൂടിയും വളരെ വ്യവസ്ഥാപിതമായും വളരെ അച്ചടക്കത്തോടു കൂടിയും അവർ പാലിക്കുകയാണെങ്കിൽ, ഈ ഫോളോ ചെയ്യുകയാണെങ്കിൽ, അതിലൂടെ അവർ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ളവരായി മാറുകയും അവർക്ക് ആ ഒരു ഓർഗനൈസേഷനോടുള്ള എല്ലാ ഡ്യൂട്ടീസും കൃത്യമായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യുന്നു. Clear ആണോ? Making employees responsible. Okay. Third one ആണ് bringing desired behavior, bringing desired behavioral changes in employees. Employees നമുക്ക് ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. Discipline changes the behavior of the employees. അല്ലെ, നമ്മൾ പറഞ്ഞു അവരുടെ ആക്ച്വൽ ആയിട്ടുള്ള ബിഹേവിയറിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ബിഹേവിയേഴ്സ്, അല്ലെ, നമുക്ക് ആവശ്യമായിട്ടുള്ള ബിഹേവിയേഴ്സിലേക്ക് അവരെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ എപ്പോഴും ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്ക ആ എംപ്ലോയീസിന്റെ ബിഹേവിയറിനെ അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഡിസിപ്ലിൻഡ് എംപ്ലോയി ഹാവ് എ ഗുഡ് ടോളറൻസ് ലെവൽ ആൻഡ് ക്യാൻ മേക്ക് അഡ്ജസ്റ്റ്മെന്റ് ഈസിലി ടു അച്ചീവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പൊ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള നല്ല അച്ചടക്കമുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർക്കൊരു ഗുഡ് ടോളറൻസ് ലെവലാണ്, നല്ലൊരു സഹിഷ്ണുതയുള്ള നല്ല സഹിഷ്ണുതയോടുകൂടിയുള്ള ഒരു നിലവാരം. എന്ത് കാര്യം വന്നാലും അത് ടോളറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് എന്താണ് ആ ഒരു കാര്യത്തെ സഹിക്കാനും അതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും ആലോചിച്ച് പ്രവർത്തിക്കാനും ഒക്കെ ഒരു നിലവാരം ആർക്കുണ്ടായിരിക്കും? നല്ല അച്ചടക്കമുള്ള എംപ്ലോയീസിനാണെങ്കിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളിൽ അല്ലെങ്കിൽ അതെന്തെങ്കിലും അച്ചീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തേണ്ടി വന്നാലും അതിനും ആര് തയ്യാറായിരിക്കും? നല്ല അച്ചടക്കമുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവര് പെർഫോം ചെയ്യും. ബ്രിങ്ങിങ് ഡിസൈഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിൽ ആഗ്രഹിച്ച മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അതായത് ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കം ഒരു ഇൻഡിവിജ്വൽ ഒരു എംപ്ലോയിയുടെ ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നല്ല അച്ചടക്കമുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് നല്ല ഗുഡ് ടോളറൻസ് ലെവലാണ്, നല്ലൊരു സഹിഷ്ണുത അല്ലെങ്കിൽ നല്ലൊരു സഹിഷ്ണുതയുള്ള ഒരു നിലവാരം അല്ലെങ്കിൽ ലെവല് അവർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് കാര്യം വന്നാലും അതിനെ ടോളറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് അവർക്കുണ്ടാവും. അതോടൊപ്പം തന്നെ ഓർഗനൈസേഷന്റെ മാനദണ്ഡങ്ങൾ അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ ഗോൾസ് നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തേണ്ടി വന്നാലും അതെല്ലാം എളുപ്പത്തിൽ ആ ഒരു അഡ്ജസ്റ്റ്മെന്റുകൾ മനസ്സിലാക്കാനും അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അഡ്ജസ്റ്റ്മെന്റുകൾക്ക് എളുപ്പത്തിൽ തയ്യാറാവാനും ഒരു നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ അവർക്ക് അത് അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. A constant check on the behavior of the employees can be maintained through a proper discipline policy. അപ്പൊ ഈ പറയുന്ന എംപ്ലോയീസിന്റെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ ബിഹേവിയേഴ്സിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പ്രോപ്പർ ഡിസിപ്ലിൻ പോളിസികൾക്കനുസൃതം ശരിയായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ നയങ്ങൾക്കനുസൃതമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തെന്നാണ് ഒരു കോൺസ്റ്റന്റ് ചെക്ക് പരിശോധനകൾ നടത്തുക. Thus, if an effective discipline policy is created by an organization, it can improve the low performance of the company to better performers and compel them to achieve the organizational goals. അപ്പൊ നമുക്ക് ഇങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള ഈ പറയുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ നയം നമ്മൾ അവിടെ രൂപീകരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് എംപ്ലോയീസിന്റെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ചെക്കപ്പുകൾ അല്ലെങ്കിൽ പരിശോധനകൾ നടത്തുന്നു. അതിലൂടെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ പോളിസി അല്ലെങ്കിൽ ഒരു അച്ചടക്ക നയമാണ് നമ്മൾ ആ ഓർഗനൈസേഷന് വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ ഇറ്റ് ക്യാൻ ഇംപ്രൂവ് ആ ഒരു ഡിസിപ്ലിൻ പോളിസി വഴി അവിടുത്തെ ലോ പെർഫോമൻസ് അല്ലെങ്കിൽ കുറഞ്ഞ പ്രകടനം കാഴ്ചവെക്കുന്ന എംപ്ലോയീസിനെ നമുക്ക് മെച്ചപ്പെടുത്താനും ദ കമ്പനി ടു ബെറ്റർ പെർഫോമൻസ് നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരാക്കി മാറ്റാനും ആൻഡ് കമ്പൽ ദം ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾസ്. അവരെ നമുക്ക് എന്ത് ചെയ്യാം, എന്തിനു വേണ്ടി കമ്പൽ ചെയ്യാൻ പറ്റും? പ്രേരിപ്പിക്കാൻ, എന്തേ ആ ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കാനും സാധിക്കുന്നു. അപ്പൊ എപ്പോഴും ഒരു ഡിസിപ്ലിൻ പോളിസി അച്ചടക്ക നയങ്ങൾ അവിടെ കൊണ്ടുവന്നാലും ആ ശരിയായിട്ടുള്ള അച്ചടക്ക നയങ്ങൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, എംപ്ലോയീസിന്റെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട പെരുമാറ്റങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് പരിശോധിക്കുക. അപ്പൊ ഇവിടെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ പോളിസി അല്ലെങ്കിൽ ഡിസിപ്ലിൻ നയമാണുള്ളതെങ്കിൽ ആ ഓർഗനൈസേഷന് വേണ്ടി അങ്ങനെ ഒരു നല്ല നയമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ രൂപപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ അതിലൂടെ
കുറഞ്ഞ താഴ്ന്ന പെർഫോമേഴ്സ്, താഴ്ന്ന പ്രകടനം കാഴ്ചവെക്കുന്നവരെ മികച്ച പെർഫോമേഴ്സ് ആക്കി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതിലൂടെ നമുക്ക് അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് ആ ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്നു. ബ്രിങ്ങിങ് ഡിസൈർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസ്. ക്ലിയർ ആണോ ഇത്? ഓക്കെ. Then fourth one ആണ് controlling employees. Employeesനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അല്ലെ? The main motive of creating discipline policy for the employees is to have a stronger control over them. നമുക്കറിയാം ഈ ഒരു പ്രധാനമായിട്ടും ഈ ഒരു അച്ചടക്ക നയം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിന്റെ പ്രധാന മോട്ടീവ് അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് എംപ്ലോയീസിന് മുകളിൽ നമുക്കൊരു ശക്തമായിട്ടുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതാണ്. സിൻസ് ഹയർ അതോറിറ്റീസ് ആർ entitled for take disciplinary action, a few in the minds of employees automatically arise and compel them to follow their instructions without any violation. But ഇവിടെ higher authorities ആ ഒരു ഓർഗനൈസേഷനിലെ ഉയർന്ന അധികാരികൾക്കാണ് നമ്മുടെ ആ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ, അച്ചടക്ക നടപടികൾ എടുക്കാനായിട്ടുള്ള ഒരു അനുമതി നൽകുന്നത്. അപ്പൊ ചില എംപ്ലോയീസിന്റെ മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് വരും? compel them to follow their ഇങ്ങനെ നമ്മുടെ അച്ചടക്ക നടപടികൾ നമ്മൾ ശരിയായിട്ട് ആ ഒരു ഡിസിപ്ലിൻ പാലിച്ചില്ല എങ്കിൽ എന്റെ നേർക്കും ഈ അച്ചടക്ക നടപടികൾ വരാം അല്ലെ? അത് സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കലി അവരുടെ മൈൻഡിലേക്ക് വരും. കുറച്ച് എംപ്ലോയീസിന്റെ ആണെങ്കിൽ മൈൻഡിലേക്ക് വരികയും അത് അവരെ എന്തിന് പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ എന്തിന് പ്രേരിപ്പിക്കുന്നു? ആ ഓർഗനൈസേഷൻ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് പാലിക്കുക, വിത്തൗട്ട് എനി വയലേഷൻ, ഒരു ലംഘനവും ഇല്ലാതെ എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് പാലിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ കൺട്രോളിങ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാല് ഒരു ഓർഗനൈസേഷനില് ഡിസിപ്ലിൻ പോളിസി, അച്ചടക്ക നയങ്ങൾ രൂപപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസിന് മുകളിൽ ഒരു ശക്തമായിട്ടുള്ളൊരു നിയന്ത്രണം കൊണ്ടുവരിക എന്നതാണ്. അപ്പോ അതുമായി ബന്ധപ്പെട്ട ഈ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ, അതായത് ഇവര് എന്തെങ്കിലും ഡിസിപ്ലിൻസുമായി ബന്ധപ്പെട്ട പോളിസിയിൽ എന്തെങ്കിലും വയലേഷൻസ് അല്ലെങ്കിൽ ലംഘനങ്ങൾ നടത്തിയാൽ അതുമായി ബന്ധപ്പെട്ട അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനുള്ള അനുമതി അവിടുത്തെ ഹയർ അതോറിറ്റീസ്, ഉയർന്ന അധികാരികൾക്കാണ് നൽകുക. അങ്ങനെ അവിടെ എംപ്ലോയീസിന്റെ മൈൻഡിലേക്ക്, കുറച്ച് എംപ്ലോയീസിനെങ്കിലും മൈൻഡിലേക്ക് വരുന്ന കാര്യമാണ് ഞാൻ ഇങ്ങനെ ലംഘിച്ചു കഴിഞ്ഞാൽ ഈ അച്ചടക്ക നടപടി എനിക്കെതിരെ ആയിരിക്കും വരിക അല്ലെ? സ്വാഭാവികമായിട്ടും വരുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് എന്തിനെ പ്രേരിപ്പിക്കുന്നു എന്നാ പറഞ്ഞേ? അവര് കൊടുക്കുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും കൃത്യമായിട്ട് ഒരു ലംഘനവും ഇല്ലാതെ പാലിക്കാനായിട്ട് അത് എംപ്ലോയീസിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ കൺട്രോളിങ് എംപ്ലോയീസ്? Okay. Then next one ആണ്, last one ആണ്, fifth one, maintaining cordial relations between employee and management. എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിൽ നല്ലൊരു സൗഹൃദപരമായ ഒരു ബന്ധം നിലനിർത്താം. നോക്കിയേ, ഡിസിപ്ലിനറി ആക്ഷൻ അഗെയിൻസ്റ്റ് എനി എംപ്ലോയി ഓഫൺ കോസസ് എ ലോട്ട് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ആൻഡ് ദ മാനേജ്മെന്റ് അല്ലെ? സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഡിസിപ്ലിനറി ആക്ഷൻസ്, അതായത് അച്ചടക്ക നടപടികൾ അഗെയിൻസ്റ്റ് എനി എംപ്ലോയി, ഏതൊരു എംപ്ലോയിക്ക് എതിരായിട്ടും ഇങ്ങനെയുള്ള അച്ചടക്ക നടപടികൾ എടുക്കുമ്പോൾ ഓഫൺ കോസസ് ലോട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ എംപ്ലോയീസിനിടയില്, ആ എംപ്ലോയീസിനിടയിലും മാനേജ്മെന്റിനിടയിലും ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണകള് വരാൻ അത് കാരണമായേക്കാം. So, but spoiling the union management relations is not the aim of disciplinary policy. ഒരിക്കലും ഒരു ഡിസിപ്ലിനറി പോളിസിയുടെ ലക്ഷ്യമല്ല അവിടുത്തെ യൂണിയന്റെയും മാനേജ്മെന്റിന്റെയും ആ റിലേഷൻ നഷ്ടപ്പെടുത്തുക എന്നുള്ളത്. മറിച്ച് in order to gain and maintain trust of employees and unions and to attain their cooperation, it is essential to have a fair discipline policy. ഒരു ന്യായമായിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ഒരു അച്ചടക്ക നയങ്ങള് ഉണ്ടെങ്കിൽ നമുക്ക് ആ എംപ്ലോയീസിന്റെ വിശ്വാസം, ആ യൂണിയന്റെ വിശ്വാസത്തെ നിലനിർത്താനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണമെങ്കിൽ, ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു ബന്ധം എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിൽ കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു
ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ന്യായമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ പോളിസി അല്ലെങ്കിൽ ഒരു ന്യായമായ അച്ചടക്ക നയം നമ്മൾ അവിടെ കൊണ്ടുവരേണ്ടതാണ്. അതിലൂടെ നമുക്ക് ആ എംപ്ലോയീസിന്റെയും യൂണിയന്റെ എല്ലാവരുടെയും ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അല്ലാതെ അവരുടെ ഒരു റിലേഷൻഷിപ്പ് എന്താണ് സ്പോയിൽ ചെയ്യുക അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുകയല്ല ഒരിക്കലും ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമ്പോൾ, ഒരു അച്ചടക്ക നടപടികൾ എടുക്കുമ്പോൾ ചില സമയങ്ങളിൽ അത് എംപ്ലോയീസിന്റെയും മാനേജ്മെന്റിന്റെ ഇടയിലൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ന്യായമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ പോളിസി അല്ലെങ്കിൽ ഒരു അച്ചടക്ക നയമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അപ്പൊ അവിടെ ആ ഒരു തെറ്റിദ്ധാരണയൊന്നും ഉണ്ടാവില്ല, ഒരു വിശ്വാസമായിരിക്കും മറിച്ചുണ്ടാവുക. ക്ലിയർ ആയോ? അത് 5th പോയിന്റ്സ് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ ഏതായിരുന്നു? അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ് ആണ്, ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ് ആണ്. സെക്കൻഡ് വൺ മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ. തേർഡ് വൺ ബ്രിങ്ങിങ് ഡിസൈർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസ്. ഫോർത്ത് വൺ കൺട്രോളിംഗ് എംപ്ലോയീസ്. ആൻഡ് ഫിഫ്ത്ത് വൺ മെയിൻറ്റെയിനിങ് cordial relations between employee and management. വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് ആയോ? ക്ലിയർ ആണോ? ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മളെ ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ ആണ് കേട്ടോ. അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല മിസ്, നമുക്ക് ഫ്രഷ് ആയിട്ട് തുടങ്ങാം. ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ അത് ഫ്രഷ് ആയിട്ട് തുടങ്ങാം കേട്ടോ. അപ്പൊ ഇവിടെ വരെയും നെക്സ്റ്റ് ക്ലാസ്സിൽ ഒബ്ജക്റ്റീവ്സ് വരെയും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ വരെയും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.